ബംഗാളിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കൊടിയിറങ്ങും. 152 നിയോജക മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വടക്ക് മധ്യ ബംഗാളിലാണ് ആദ്യഘട്ട വിധിയെഴുത്ത്. ടിഎംസിയും ബിജെപിയും നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. സംവരണ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്ത് സ്ത്രീകളെ ടിഎംസി ചതിച്ചു എന്ന ആരോപണത്തിലൂന്നിയാണ് ബിജെപിയുടെ അവസാനഘട്ട പ്രചാരണം. പ്രചരണം അവസാന ലാപ്പിലെത്തിയിരിക്കുകയാണ്. പ്രചരണം അവസാനിക്കാനായിട്ട് കേവലം മണിക്കൂറുകൾ മാത്രമാണ് മുന്നിലുള്ളത്. ഏറ്റവും ഒടുവിലും ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ടിഎംസി സ്ത്രീകൾക്കെതിരെ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അധികാരത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ ഒരു കാരണവശാലും ടിഎംസി തയ്യാറാവുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബംഗാളിലെത്തി വാദിക്കുന്നത്. പക്ഷേ അപ്പോഴും മമതാ ബാനർജി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജയിക്കുന്ന എത്ര സീറ്റിൽ ബിജെപി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്, വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. ഒരു കാരണവശാലും ഒരു ആത്മാർത്ഥതയുമില്ലാത്ത ഒരു പെരുമാറ്റമാണ് ബിജെപിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല 543 സീറ്റുകളിൽ വനിതാ സംവരണം ഏർപ്പെടുത്തുകയാണെങ്കിൽ ടിഎംസി അതിന് തയ്യാറാണ്. 2023 വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇക്കാര്യം വ്യക്തമായതാണ്. മമതാ ബാനർജിയുടെ പാർട്ടി ടിഎംസി അനുകൂലമായിട്ട് തന്നെയാണ് വോട്ട് ചെയ്തത്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തി കേവലം വൈകാരിക പ്രകടനങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്ത്രീകളുടെ വോട്ട് തട്ടാൻ വേണ്ടിയാണ് മോദിയും അമിത്ഷായും ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ശക്തമായ ഒരു പ്രത്യാരോപണം തന്നെയാണ് മമത ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകം തന്നെ നിരവധി ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ മോദി ഉയർത്തിയതുണ്ട്. അതായത് ടിഎംസി 15 വർഷമായി ബംഗാൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ട് മമതാ ബാനർജി മുഖ്യമന്ത്രിയാണ്. പക്ഷേ സ്ത്രീകൾക്കെതിരായ ആക്രമണം തടയാൻ കഴിയുന്നില്ല. ക്രിമിനലുകളും മാഫിയകളും ഇവിടെ അരങ്ങുവാണുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസത്തിൽ ആദ്യ ആഴ്ച റിസൾട്ട് വരും. ആ സമയത്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാ മാഫിയ സംഘങ്ങളെയും അമർച്ച ചെയ്യും എന്നുള്ള ഒരു വാക്കാണ് പൊതുയോഗങ്ങളിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഗുണ്ടാരാജ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ബംഗാളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയാണ് ബിജെപി ചെയ്യുന്നത് എന്നുള്ള ഒരു മറുപടിയാണ് ഇവിടെ ടിഎംസി നൽകുന്നത്. പല പോക്കറ്റുകളിലും കോൺഗ്രസ് വളരെ ശക്തമായിട്ടുള്ള ചില പോക്കറ്റ്സുകളുണ്ട്. പക്ഷേ 34 വർഷം ഭരിച്ചെങ്കിൽ പോലും CPM-ന് ഒരു സീറ്റ് പോലും കഴിഞ്ഞ തവണ നേടാൻ കഴിഞ്ഞില്ല. ഇത്തവണ ഒരു 5-ൽ താഴെ സീറ്റെങ്കിലും CPM നേടിയെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണ വേല തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു മുഖാമുഖം നിന്ന് പോരാടുന്നത് ടിഎംസിയും ബിജെപിയുമാണ്.